ലാസ്റ്റ്. അപ്പൊ ഇത് കൊമ്പമൂരിനെ കൊണ്ടുപോകുന്നത് ഇന്നത്തെ. അപ്പോ ടാം സിറ്റിയിലെ മെയിൻ അട്രാക്ഷൻ ആയ ഇതിന്റെ പേരെന്താ സിദ്ദിഖ? ഈ സാധനം മാട്ടുകാരെ സ്വന്തം കൊമ്പമൂരി. മാട്ടുകാരെ സ്വന്തം കൊമ്പമൂരിന്റെ മുന്നിലായുള്ളത്. അപ്പൊ കൊമ്പമൂരിനെ കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഈ കൊമ്പമൂരിന്റെ വിശേഷങ്ങൾ എന്താണ്? കൊമ്പമൂരിന്റെ വിശേഷം നമ്മളെ ബഹുമാനപ്പെട്ട നൗഷാദ്. പഴയ കാലങ്ങളിൽ ഈ നമ്മള് കൃഷി ചെയ്യുമ്പോൾ കാലിബൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ കാലിബൂട്ടിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കൊമ്പമൂരി എന്ന് പറയുന്നത്. അത് പ്രത്യേക ഈ ടാം സിറ്റിയിൽ ഈ മാട്ടൂൽ കാർണിവലിൽ ഏറ്റവും വലിയൊരു ആകർഷണമായിട്ട് തന്നെ ഇതിവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഈ കൊമ്പമൂരിയാണ് മാട്ടൂൽ കാർണിവലിലെ ഏറ്റവും വലിയ ആകർഷണം. അപ്പോൾ കൊമ്പമൂരിനെ കുറിച്ചിട്ട് നിങ്ങളെ പറഞ്ഞത് നമ്മളെ സിദ്ദീഖ് ഹംസ കുന്നുമലാണ്. ഓക്കെ. അപ്പോൾ സിദ്ദീഖ് ഹംസ കുന്നുമലാണ്. അതിനിടയ്ക്ക് നമ്മളെ ഇബ്രാഹിം ഹാഷി ഇങ്ങനെ വരുന്നുണ്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ പവർഫുള്ളായ ഒരു ഇനത്തിൽപ്പെട്ടതാണ് അത്. ഈ പണ്ട് ഉഴുതാനാണ് ഉപയോഗിച്ചതെങ്കിലും മറ്റുള്ള ഈ ഇതില്ലേ നെയ്കള് ആട്ടുന്ന എണ്ണ ആട്ടാനൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള ഒരു പവർഫുള്ള. ഏതായാലും ഞാൻ വിചാരിച്ചത് ഇബ്രാഹിം ഹാഷി പിൻവാതിലൂടെ കയറിയതാന്ന്. നല്ല വിദ്യാഭ്യാസമുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത അത് നേരത്തെ. അപ്പൊ ഇത് അസീം നേരത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മാട്ടൂൽ? അടിപൊളി, അൽഹംദുലില്ലാ, സെറ്റ്. നിങ്ങൾ പേരെന്താ? ബഷീർ കൗൺസിലറാണ്. ബഷീർ ഡാട്ടിനെ കുഞ്ഞുമംഗലം ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് തോന്നുന്നു അല്ലെ, കസ്റ്റമേഴ്സ്. അപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവൂലേ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണണം. ഓക്കെ. കൊമ്പമൂരിനെ കൊണ്ടുപോയെന്ന് എല്ലാവരും ഒന്ന് മാറിയേക്കോ. കൊമ്പമൂരിനെ കൊണ്ടുപോയെന്ന് ഇത് എടുത്തേക്ക് സിദ്ദിഖ. കൊമ്പമൂരിനെ എടുത്തേക്ക് കൊണ്ടുപോകുന്നത് എവിടെയാണ്? അവിടെ കെട്ടില് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ ഇത് കൊമ്പമൂരിനെ കൊണ്ടുപോകുന്നത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ? ഇന്നത്തെ സമയമായി.